കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. വയസ്സായി 28 വയസ്സ് റിട്ടയർഡ് ആയോ? ഇനിയിപ്പോ ചില്ലടിച്ച് നമ്മുടെ ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വൈബാണ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. യെസ്, നമ്മളെ അടുത്ത വിഷയം, ഈ വിഷയം നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നുള്ളത് അറിയില്ല. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു റീൽ സ്ക്രോൾ ചെയ്ത് പോയി കാണും. എന്താണ് വിഷയം? ചിലപ്പോൾ ഒരു പക്ഷേ ആ വ്യക്തിനെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നത്, ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള ഡോക്ടർ ഡ്രേക്ക് റമോറെ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതായത് അനന്തു സുൽജിത് ദീപ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, അതായത് ഡോക്ടർ ഡ്രേക്ക് റമോറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഹാൻഡിൽ ചെയ്യുന്ന അനന്തു സുൽജിത് ദീപ്തി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പുറത്തു വിട്ടുള്ള ചില ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അറിയാത്തവർക്കായിട്ട് പറയാം. ഈ രണ്ടാമത്തെ ക്ലിപ്പ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വ്യക്തി, ഇയാളെ നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ റീൽസ് ഷോർട്സ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ പോപ്പുലറായിട്ട് ഈടായിട്ട് ഈ വ്യക്തി കൊടുത്തിട്ടുള്ള ഏകദേശം more than 1 million വ്യൂസ് കിട്ടിയിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ ഉണ്ട് ഇയാളുടെ. അപ്പോൾ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരുപാട് പേര് ഇൻസ്പയർഡ് ആയി കഴിഞ്ഞിരിക്കാം. ഒരുപാട് പേര് ഇയാൾ പോലത്തെ ഇയാൾ ലീഡ് ചെയ്യുന്ന ലൈഫ് അഡ്മയർ ചെയ്ത് നിൽക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കിടയിലേക്ക് സീരിയസ്ലി ഞാനും ഞെട്ടി ഇങ്ങനത്തെ സ്റ്റോറി വന്ന സമയത്ത്. അവർക്കിടയിലേക്ക് വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു വെളിപ്പെടുത്തലുകളുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബിഗ് സ്കാമിൻ്റെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ ഡോക്ടർ ഡ്രേക്ക് റമോറെ എന്ന് പറഞ്ഞിട്ടുള്ള പേജിലൂടെ അനന്തു എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തി കൊണ്ടുവന്നിട്ടുള്ളത്. ഇയാളുടെ ലൈഫ് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ വ്യക്തി, ഇയാളുടെ ലൈഫ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ളത്, അതായത് ഏതൊരു പുരുഷനും ഏതൊരു പയ്യനും ചെറുപ്പക്കാർ എസ്പെഷ്യലി ഇന്നിപ്പോൾ ഒരു 9 to 5 ജോബിനേക്കാളും കൂടുതൽ ആൾക്കാർ, ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നില്ല, 9 to 5 അതിനേക്കാളും കൂടുതൽ എന്ന് പറയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വപ്നലോകത്ത് കഴിയുന്നൊരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയ തരുന്ന ഫെയിമും അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫെസിലിറ്റീസ് എല്ലാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അതിനുവേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ പല കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നുണ്ട്. തെറ്റ് പറയാൻ പറ്റില്ല. അത് നല്ലൊരു ഇൻകം സോഴ്സാണ്. നമുക്ക് ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ, അതായത് പ്രസൻറ്റിൽ നല്ല രീതിയിൽ അടിച്ചുപൊളിച്ച് പ്രസൻറ്റിൽ തന്നെ ജീവിക്കാൻ, അതായത് നമ്മളൊരു 9 to 5 ജോബ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടോ അല്ലെങ്കിൽ ഒരു 9 to 5 ജോബ് ചെയ്തിട്ട് കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടാതെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോഴും എൻജോയ് ചെയ്യാം. ഇപ്പോഴത്തെ യൂത്തിൻ്റെ കാര്യമാണ്, ഇപ്പോഴും എൻജോയ് ചെയ്യാം, ഫ്യൂച്ചറും സെക്യൂർ ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് വേണ്ട രീതിയിലുള്ള ലക്ഷൂറിയസ് ഗാഡ്ജറ്റ്സ് ഒക്കെ പ്രൊക്യൂർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് നോക്കുന്നുണ്ട്. അങ്ങനത്തെ പേരൊക്കെ നോക്കി കാണുന്ന ഒരു വ്യക്തി, ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. ഇതുപോലെ വേറൊരാളും കൂടി ഉണ്ട്, ഡോക്ടർ സൂസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്നുള്ള അറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇത് ചെയ്താൽ മതി. ആരാണ് ഈ വ്യക്തി എന്നുള്ള അറിയില്ല. അയാൾ ഭയങ്കര ലക്ഷൂറിയസ് കാറുകളിലും ഇതിലൊക്കെ വന്നു പോകുന്നത് കാണാം. പിന്നെ ലംബോഗിനി മോഡൽസിൻ്റെ കൂടെ നടക്കുക, ഒരു ഗ്രീക്ക് ഗോഡിൻ്റെ പോലത്തെ ഒരു ഫേസ് അപ്പിയറൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഒരു ഡോക്ടർ സൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് അയാളുടെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ ഇതുപോലത്തെ ഒരു മലയാളി, അപ്പോൾ അതുപോലെ ലൈഫ് ലീഡ് ചെയ്യുന്നത്, അതുപോലെ എന്നല്ല പറയുന്നത്, അതുപോലെ ഏകദേശം ലക്ഷൂറിയസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു മലയാളി. അങ്ങനെയാണ് ഇയാൾ ഈ സോഷ്യൽ മീഡിയ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഇയാൾ ഒരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി ആണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ബിസിനസ്മാൻ ആയിട്ട് സ്വയം പുള്ളിയെ പരിചയപ്പെടുത്തുന്നു. ആൾ എന്തൊക്കെയോ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മെയിൻലി ട്രേഡിംഗ് ആണ്. പുള്ളി ഇവിടെ ഒരു ഇന്ത്യയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന്, പിന്നെ പുള്ളി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ഒരു UK ബേസ്ഡ് NRI ബിസിനസ്മാൻ നമ്മുടെ നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന റൺ ചെയ്യുന്നത് ഈ ചങ്ങ ചെയ്യാൻ പോകുന്ന ഒന്നുണ്ട് ഈഗിൾ ഗെയിമിംഗ് ആണ്. അപ്പോൾ ഈഗിൾ ഗെയിമിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈഗിളിൻ്റെ താഴെ നിൽക്കുന്ന, ഈഗിളിനെ സ്നേഹിക്കുന്ന, എന്തിനു വേണ്ടി നിൽക്കുന്ന ഒരുപാട് ദി സോ കോൾഡ്, ചില ആൾക്കാർ പറഞ്ഞ പോലെ പരുന്തും കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞേക്കാം, നമുക്ക് പുതിയ ടേംസ് ആണ്. അപ്പോൾ ഈഗിളിൻ്റെ പോഡ്കാസ്റ്റിലൂടെ ഈഗിൾ പരിചയപ്പെടുത്തി, അയാളുടെ ഫോളോവേഴ്സിന് പരിചയപ്പെടുത്തി. അപ്പോൾ ഈഗിളിൻ്റെ ഇൻവെസ്റ്ററാന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നാട്ടിൽ ചെയ്യാനും അതോടുകൂടി ബിസിനസ് എംപയർ മെച്ചപ്പെടുത്താനും ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ, അങ്ങനത്തെ ഒരുപാട് പേരെ ഇതുപോലെ ഓൺട്രപ്രണേഴ്സ് ആക്കി ഉയർത്തി, ബിസിനസ് പേഴ്സൺസ് ആക്കി ഉയർത്താൻ കേപ്പബിലിറ്റി ഉള്ള വ്യക്തി എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ വന്നിട്ടുള്ളത്. ഇയാളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത സംഭവം എന്താ വെച്ചാൽ, ഏതൊരു പുരുഷനും വണ്ടികൾ 31ഓളം 21ഓളം എത്ര നമ്പറുകളുണ്ട്, ആ നമ്പറൊക്കെ തെറ്റാണെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 10-21ഓളം കാറുകളുണ്ട്, നായ്ക്കളുണ്ട്, പിന്നെ സിഗ്മ ലൈഫ്, അതായത് ബാച്ചിലറായിട്ട് ജീവിക്കുന്നു, പ്ലസ് അതിന് കൂടെ UK അയാൾക്കൊരു പ്രൈവറ്റ് ഫാം ഹൗസ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി വളരെ സ്വസ്ഥമായിട്ടുള്ള മനസ്സമാധാനമായിട്ടുള്ള റിട്ടയർഡ് ലൈഫ് ആഘോഷിക്കുന്ന ഒരു 28കാരൻ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഭയങ്കര അല്ലേ, മനസ്സമാധാനമായിട്ട് രാവിലെ എണീച്ചിട്ട് പ്രത്യേകിച്ച് കെട്ടുപാടുകളൊന്നും ഇല്ലാതെ ഏതൊരു ലൈഫ് വേണമെങ്കിൽ ജീവിച്ച് പോകാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡ്രീമാണ്. എല്ലാവർക്കും രാവിലെ നീക്കുമ്പോൾ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളില്ലാത്തൊരു വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് അതേപോലെ
പോലെ ആവാൻ ശ്രമിക്കും, കണ്ട് നിർവൃതി അടയും, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇവരുടെ ഇടയിലേക്ക് ഈ സുപ്രഭാതത്തിൽ ഡോക്ടർ ഡ്രേക്ക് റമോറെ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഈ അനന്തു എന്ന് പറഞ്ഞ വ്യക്തി ഒറ്റയടിക്ക് വന്ന് പറയുകയാണ്, നിങ്ങൾ കാണുന്നതെല്ലാം നുണയാണ്, ഇയാൾ കംപ്ലീറ്റ് ഫേക്കാണ്. അതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ പുള്ളി റിലീസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അങ്ങനെ ഒരു വീഡിയോ കൊണ്ട് ഈ അനന്തു വരികയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഇയാളെ റിച്ച് ലൈഫിനെ പറ്റി അയാൾ പറഞ്ഞത് റെൻറ്റഡ് റിച്ച് ലൈഫ് എന്നാണ്. റെൻറ്റഡ് റിച്ച് ലൈഫ്, അതായത് യഥാർത്ഥത്തിൽ ഈ വ്യക്തി ജീവിക്കുന്നത് അയാളുടെ യഥാർത്ഥ ജീവിതമല്ല, ഹീസ് റെൻറ്റഡ്. അയാൾ എല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ അനന്തു എന്ന് പറയുന്നത്. ഫസ്റ്റ് തിങ്, ഇയാളുടെ സിഗ്മ ലൈഫ്, അയാൾ ബാച്ചിലർ സിഗ്മ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇയാൾ ഓൾറെഡി ഒരു പെൺകുട്ടിയുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് അവിടെ വന്നിട്ടുള്ളത്. നിലമ്പൂരാണ്, ഞാൻ മഞ്ചേരിയുടെ നിലമ്പൂർ ഇവിടെ അടുത്തുള്ള ഒരു പെൺകുട്ടി, അയാളുടെ ആ കുട്ടിയുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് യു കെ വന്നിട്ട് അതിനെ പറ്റിക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഇയാൾക്ക് ഒരുപാട് അടുത്ത ആൾക്കാർ ഏറ്റവും കൂടുതൽ മോഹിക്കുന്ന ഇയാളുടെ വണ്ടികളാണ്. അപ്പോൾ 21-31 കാർ, BMW, നിസാൻ പെട്രോൾ, അത് മിനി കൂപ്പർ. ഓരോ സെഗ്മെൻറ്റിലും ഏതൊരു ചെറുപ്പക്കാരനും ഏതൊരു പയ്യനും ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്നത്, എൻ്റെ മോനൊക്കെ ഇവിടെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് അൻവിൻ. അവൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്, അൻവിൻ അച്ഛ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഈ കുട്ടികളൊക്കെ ചെയ്യും, എൻ്റെ മോൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഈ വിഷയം വന്ന സമയത്ത് തന്നെ അവനെ വിളിച്ച് കാണിച്ചു കൊടുത്തത്, അൻവിൻ അച്ഛാ അൻവിനാണ്. അപ്പോൾ കണ്ടോ അവൻ്റെ BMW. അപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇവൻ്റെ ഫാം ഹൗസ് റെൻറ്റഡാണ്, സ്വന്തമല്ല. രണ്ടാമത്തത് ഇവൻ്റെ വണ്ടികൾ, ഇത്രയധികം വണ്ടികളൊന്നുമില്ല, ആകെ ഒരു BMW ഉള്ളൂ. ബാക്കി പിന്നെ നിസാൻ പെട്രോളോ ഏതൊക്കെ വണ്ടികളൊക്കെ ഗരാഷ് വർക്ക്ഷോപ്പിൽ കയറ്റിയതിന് ശേഷം അവിടുന്ന് പുറത്തിറക്കാൻ പൈസയും കൂടി ഇല്ലയെന്നോ അങ്ങനെ എന്തൊക്കെയോ സംഗതിയാണ് ഈ വ്യക്തി, ഈ ഡോക്ടർ ഡ്രേക്ക് റമോറെ എന്ന പേജിലൂടെ അനന്തു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പറയുന്നത്. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഇത് അറിയാത്തവർക്കായിട്ട് ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഫേക്കാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിട്ടുള്ളത് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിഷയങ്ങൾ ചെയ്യാത്തത് കൊണ്ട് റീച്ച് കുറച്ച് കുറവാണ്. അപ്പോൾ പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ലൈക്കും പിന്നെ കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പഴയ ഒരു ഫ്ലോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുക. എന്താണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഇയാളെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് നോക്കാം. മീറ്റ് അൻവിൻ ജോസ്. UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്തു. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം എനിക്ക് വിരോധമാണോ? വിരോധമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മിന്നുന്നതെല്ലാം പൊന്നാണോ? അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും പോട്ടെ. പക്ഷേ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത്? എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂ കാണോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിലെണ്ണാനൊക്കെ പറ്റി 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അത് വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ തന്നെ പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായേനെ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടതൊരു ട്രെയിലർ മാത്രം. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹീസ് ഗോണ ലോഞ്ച് ഇൻ ഇന്ത്യ. സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. See you in part 2.
ഭയങ്കര സ്നേഹമുള്ള ജീവിയല്ലേ. യെസ്, ഇയാൾ സി യു ഇൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ. അതിൽ വന്നിട്ടുള്ളൊരു കമൻ്റാണ്, പാർട്ട് 2 ചെയ്യാൻ നിങ്ങൾ ഉണ്ടാകുമോ ജീവനോടെ എന്നൊരു കമൻറ്റ് അതിൽ വന്ന് കണ്ടു ഞാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ലൈക്കും കൂടി ചെയ്തിട്ടുള്ള കമൻറ്റാണ്. എനിക്കറിയില്ല എന്താണെങ്കിലും ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന കാര്യങ്ങളിലാണ് നമുക്ക് കാര്യങ്ങൾ വേറെ ഒരു സോഴ്സസ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ കാസറ്റൊക്കെയും ഈ പേജിലൂടെയാണ്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെയും ഇവിടെയൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കണ്ടു. ഇനി ഇയാൾ കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു റീൽ ഇവിടെ പ്ലേ ചെയ്യാം. നിങ്ങൾ റീസെൻ്റായിട്ട് കണ്ടിട്ടുള്ള റീലാണ്, അത് സുനിലോജി എന്ന് പറഞ്ഞിട്ടുള്ള. അത് അഗെയിൻ ഞാനിങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കാണുന്ന കുറേ വ്യക്തികളാണ്. ഇവരൊക്കെ പല ആൾക്കാരും നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടാണ് അല്ലേ. നമ്മൾ പല ഇൻഫ്ലുവൻസേഴ്സിനെയും അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടു കഴിയുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പോൾ അൻവിൻ്റെ കേസ് ഇപ്പോൾ ഇവർ വന്ന് പറഞ്ഞു മേ ബി ദർ സംതിങ് ഇൻ ഇറ്റ്, അതർവൈസ് ദിസ് പേഴ്സൺ വോണ്ട് കം അപ്പ് ആൻഡ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ ഒരു വ്യക്തിനെ കുറിച്ചൊന്നും ഇങ്ങനെ വെറുതെ വിളിച്ച് പറയില്ല. ഹി വിൽ ഡെഫിനറ്റ്ലി ഹാവ് സോളിഡ് എവിഡൻസ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അപ്പോൾ അടുത്തൊരു വ്യക്തിയാണ് സുനിലോജി. ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ പുള്ളിയുടെ കൂടെ നിന്നിട്ടുള്ള, അത് അയാൾ സ്കാമാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അയാളെ കൂടെ നിന്നിട്ടുള്ള അവരും പരിചയപ്പെടുന്ന ഒരു റീലും കൂടി ഉണ്ട്. ഞാൻ അതും കൂടി ജസ്റ്റ് പ്ലേ ചെയ്യാം. ആളെ മീറ്റ് ചെയ്തിട്ടോ അൺവൈൻഡ് ഞാൻ സർപ്രൈസ് ആയിരുന്നു. അതെ, ഐ മീൻ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി. ആക്ച്വലി ഐ മെറ്റ് ആൻഡ് യെസ് അറിയാം, എല്ലാവർക്കും അറിയാം ലണ്ടനിലാണ്. ഞാൻ ലണ്ടനിൽ ചെന്നിട്ട് 2 കോക്ടെയിൽ അടിക്കാമെന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് മന്ത് ഇന്നലെ രാത്രി ചെറുതായിട്ട് നടുവെട്ടി. ഒരു മിനിറ്റ്, പല രീതിയിലുള്ള ചൂഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് റിട്ടയർഡ് ലൈഫ് ചൂഷണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അല്ലേ. റിട്ടയർഡ് ലൈഫ് കാണിച്ച് ചൂഷണം ചെയ്യുക. റിട്ടയർഡ് ലൈഫ് ഒരുപാട് ഇപ്പോൾ സുനിലോജി ഓജിയുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അയാൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് റിട്ടയർഡ് ആയെന്ന് ഇരിക്കുക. ഈ ചങ്ങാതി ഇപ്പം തന്നെ റിട്ടയർഡ് ആയിട്ട് 28ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ലൈഫ് കണ്ടിട്ട് അതിലേക്ക് ആൾക്കാരെ പ്രേരിപ്പിക്കാറുണ്ട്. ബ്രില്യൻറ്റ് മാസ്റ്റർ മൈൻഡ് അല്ലേ. ഇനി ഇയാളുടെ ഒരു ഇന്റർവ്യൂ. അപ്പോൾ ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതൊക്കെയാണ്. നായ്ക്കളും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലൈഫ് വണ്ടികൾ ഇതുണ്ടോ. ഒരു ജസ്റ്റ് നാട്ടിലെ കുന്തളിപ്പ് മതി, നിർത്തിക്കോളാൻ പറഞ്ഞു. എന്നെ പിടിച്ച് പിടിയാതെ തിരിച്ച് കയറ്റി വിടുക. എംബ്രിഡ്സ് വഴി UK പഠിക്കാൻ പോയ പിള്ളേരെ സുഖൂരം അന്വേഷിക്കാൻ പോകും. എന്തൊക്കെയോ പരിപാടികളുണ്ട് വണ്ടികൾ കാണുന്ന സമയത്ത്. അതായത് ബേസിക്കലി ഒരാൾക്ക് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. ഇനി ഇയാൾ ഒരു ഇൻ്റർവ്യൂ ഏകദേശം 1 മില്യൺ അധികം ക്രോസ് ചെയ്ത ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ഇൻ്റർവ്യൂവിൻ്റെ പോർഷൻ അത് വളരെ റെലവൻ്റ് ആണ്. കാരണം ഇത് കാണുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും ആഗ്രഹിച്ചു പോകും. ചതിക്കുഴിയിലും വീണു പോകുന്നത് ഒരു ചതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാം. എവിടെ പോയി. ഭയങ്കര സ്നേഹമുള്ള ജീവിയല്ലേ. നമ്മളോട് ഒരു സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് ഡോഗാണ്. ഇപ്പൊ ഞാനിപ്പോ അവിടെ വിളിച്ചു നോക്കുമ്പോൾ പുള്ളി ഫുഡൊന്നും കഴിക്കുന്നില്ല, വിഷമത്തിലാണ്, കാണാത്തത് കൊണ്ട്. മറ്റേ രണ്ടുപേരും ചില്ല. ഓക്കെ, ലെറ്റ് ഹിം കം വെൻ ഹി വാണ്ട്സ്. റോളക്സ് കിടക്കുന്നത് എൻ്റെ കാലിൻ്റെ അവിടെയാ, അത് ഡോറിനോട് ഫേസ് ചെയ്തിട്ടാ. ലിയോ കിടക്കുന്നത് കാലിൻ്റെ റൈറ്റ് സൈഡിൽ, എൻ്റെ കാലിൻ്റെ തൈസിൽ അവർക്ക് തല വെക്കാറ്. അതൊരു പ്രൊട്ടക്റ്റീവ് മോഡാ. അത് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഓക്കെയാണ്, തൊടത്തില്ല. മനുഷ്യൻ ഡോഗ് ഇതിൽ ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞ ഡോഗ് അയ്യോ അത് ചോദിച്ചു തീരുമൊന്നും വേണ്ട. നോ ക്വസ്റ്റ്യൻസ്. അപ്പം ഇപ്പൊ ചെയ്യുന്നത് ബിസിനസ് ആണോ അവിടെ? ഇപ്പൊ ഞാൻ റിട്ടയർഡാ. വയസ്സായി 28 വയസ്സിൽ റിട്ടയർഡ് ആയോ? ഇനിയിപ്പോ ചില്ലടിച്ച് നമ്മുടെ ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വൈബാണ്. എത്ര വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി മുതൽ ട്രോളോട് ട്രോളാണ്. നിങ്ങൾ ട്രോളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇയാളെ. ഈ ചങ്ങായിയാണ് ഇപ്പോൾ ട്രോളിൻ്റെ ആള്. ഇപ്പോൾ എന്തായാലും ഞാനടങ്ങുന്ന എല്ലാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും ഇതിനെക്കുറിച്ച് ഡെഫിനറ്റ്ലി സംസാരിക്കുകയും ചെയ്യും. പാളിയിട്ടില്ല, ചെയ്തല്ല സക്സസ്. എന്റെ പ്രത്യേകത, ഞാൻ ബാക്കിയുള്ള ഈ ആൾക്കാരെ പോലെ ഭയങ്കര ഹാർഡ് വർക്കർ അല്ല. ഞാൻ രാവിലെ എണീറ്റ് മെയിൽസ് ചെക്ക് ചെയ്ത് അങ്ങനത്തെ ലൈഫ് സ്റ്റൈലൊന്നും എനിക്കില്ല. ഇതാണ് ആൾക്കാർക്ക് അധികമൊന്നും അധ്വാനിക്കാതെ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കോടീശ്വരനായ നമ്മളെ ഏതൊരു ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കോടീശ്വരനാകാതെ ചുളിവിലൂടെ എന്താ ഫോർമുല അല്ലേ. അല്ല അടിപൊളി. ഇതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തേ അല്ല ഇത് മറ്റാൾ പറഞ്ഞത് സത്യമാണെന്നുള്ള അല്ല, സത്യം എന്നല്ല പറഞ്ഞതിൻ്റെ ബേസിലാണ് നമ്മളിതൊക്കെ സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് വേറൊരു സംഭവം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടേ, അല്ലാതെ വേറൊരു സംഭവത്തിന് വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോകത്തില്ലേ. ഈ വണ്ടി പ്രാന്തും അതുപോലെ ഇഷ്ടമുള്ള പരിപാടിയാണോ? വണ്ടി എല്ലാ ആണുങ്ങൾക്കും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ആണുങ്ങൾ അതാണ് സംഗതി. വണ്ടി എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഇയാളുടെ നമ്പർ പ്ലേറ്റുകളെല്ലാം ആൻവിൻ എന്നാണ് നമ്പർ പ്ലേറ്റ്. അൻവിൻ ജോസ്, അൻവിൻ എന്നാണ് നമ്പർ പ്ലേറ്റ് ഒക്കെ. അപ്പം ഇതൊക്കെ ഒരു ഡ്രീം അല്ലേ, ഡ്രീം ലൈഫ്.
അല്ല, എല്ലാവർക്കും വണ്ടി ഇഷ്ടമാണ്. ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കാത്ത ഒരുപാട് വണ്ടികളുണ്ട്. കയ്യിൽ ഇപ്പൊ എത്ര വണ്ടികളുണ്ട് പറയാത്തത്? കയ്യിൽ എണ്ണാൻ പറ്റാത്ത വണ്ടിയുണ്ട്. പഠിത്തം കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒരു 2 കൊല്ലത്തേക്ക് ജസ്റ്റ് കേരളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ മാറി നിന്നു. അപ്പൊ ആ ഒരു സാഹചര്യം ആ റൂട്ട് എടുത്തങ്ങ് പോയി. പിന്നെ വിചാരിച്ചിട്ട് തിരിച്ചു വരണ്ട, പുറത്ത് കൂടാന്ന് വിചാരിച്ചു. ഈ ലുക്കിനെ പറ്റി ആളുകൾ പറയണ്ടോ? ഈ ഒരു ഹെയർ സ്റ്റൈല് എന്തായാലും നാട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നേരെ നാട് വിട്ടിട്ടുള്ള പോയൊരു വ്യക്തി 28-ാം വയസ്സിൽ മൾട്ടി മില്യനർ. എന്തായാലും ഇനി ഇതിൻ്റെ ഒരു 2 ഭാഗം കൂടി ഉണ്ട്. ഒന്ന്, ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള അനന്തും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡോക്ടർ ഡ്രേക്ക് റമോറെ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി, അയാൾ ഗൗരി ലക്ഷ്മിയുടെ മാനേജറായ സമയത്ത് ഒരു ലീഗൽ കോംപ്ലിക്കേഷൻസിൽ പെട്ടു എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അത് ഇവർ പൊക്കിക്കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താ അറിയില്ല, അതും കൂടി ഞാൻ ഇതിൽ പ്ലേ ചെയ്യാം. അതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം. ഇൻ്റർവ്യൂ അല്ല, ഈഗിൾ ഗെയിമിങ്ങിൻ്റെ പോഡ്കാസ്റ്റിൽ, കൊണാദ പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റ് ചാനലിൽ ഈഗിൾ ഈ ചങ്ങായിനെ പരിചയപ്പെടുത്തുന്ന ഒരു സീന്. ഇൻട്രോ പറഞ്ഞില്ലെങ്കിലും ഞങ്ങളിപ്പോ വെളിയിൽ നിന്ന് വീഡിയോ കാണുന്ന ആൾക്കാരായിട്ടുള്ള ഒരു രീതിയിൽ ഞാനൊരു സാധനം പറയാം. അതായത് ഞങ്ങളിപ്പോ കാണുമ്പോണ്ടല്ലോ, നമ്മൾ കുറെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ കുറെ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈല്, മറ്റേ കാർസ്, ഡോഗ്, ഭയങ്കര അനിൽ ബ്രോയുടെ ഇതിനു മുമ്പ് ഒരു വീഡിയോക്കകത്ത് തന്നെ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. മറ്റേ റിട്ടയർഡ് ലൈഫ് ആണെന്നൊക്കെ പറഞ്ഞ അത് ഭയങ്കര മറ്റേ റീലൊക്കെ ആയിട്ട് വെട്ടിയിട്ടേക്കുന്ന സാധനമാണ് കേട്ടാ. ഇത് നമ്മൾ ചില കാര്യങ്ങളെ പറയാവുള്ളൂ എനിക്ക് അന്ന് മനസ്സിലായി. ഈ ഡയലോഗ് അടിച്ചിട്ട് ഒഫീഷ്യലി റിട്ടയർഡ് എന്നും പറഞ്ഞിട്ട് ഞാൻ UK തിരിച്ചു പോയിട്ട് ഞാനും എന്റെ മാനേജറും ഞങ്ങൾ 17 ദിവസം ഇരുന്നിട്ടില്ല. പ്രശ്നത്തോട് പ്രശ്നം, അവിടെ ആ പ്രശ്നം, ഈ പ്രശ്നം, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ്. അയ്യോ എന്റെ പൊന്നെ, ഞാൻ റിട്ടയർഡ് ആയില്ല, കഴിഞ്ഞു. അയ്യോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീസെന്റ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ആൾക്കാരെന്ന് പറയുന്നത്, അത് ഞാൻ സർവീസ് സെക്ടറിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലോജിക് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് നീഡ്, ഫിൽ ദ നീഡ്. ഒരാവശ്യം നമ്മൾ കണ്ടുപിടിക്കുക, അത് ഫില്ല് ചെയ്യുക. ആ സർവീസ് സെക്ടറിലായിരിക്കും നമ്മുടെ എപ്പോഴും ബിസിനസ് വരുന്നത്. അതായത് ക്യാഷ് ഫ്ലോ ഒക്കെ ഇപ്പം ഒരു സർവീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 45 ദിവസം അല്ലെങ്കിൽ ഒരു 60 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ക്യാഷ് ഫ്ലോ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ റോൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. ഈ ഒരു ബിസിനസ് മാത്രമാണ് ഞാനൊരു 10-40 പേര് നമ്മൾ മൊത്തത്തിലുണ്ട്. അതായത് 21 കമ്പനീസ്, അതിൽ 41-42 ഓൺടർപ്രണേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെയുള്ള. ഈ കമ്പനി മാത്രം അവർ വളർത്തിയാൽ മാത്രമേ വളരുള്ളൂ. ഒരു ഐഡിയ കിട്ടിയോ? അതായത് ഒരു ബേസിക് അറേഞ്ച്മെന്റ്, ഒരു ഐഡിയയും കിട്ടിയില്ല. വല്ല ഐഡിയയും കിട്ടിയോ? 21 കമ്പനി 42 ഓൺടർപ്രണേഴ്സ്, അതോ 42 കമ്പനി 21 ഓൺടർപ്രണേഴ്സ്? എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. എന്തൊക്കെയാ പറയുന്നതിൻ്റെ അടിയിൽ കമൻസിന് എന്നെ പൊണ്ണ് കഴിച്ച് ഈ അശ്വിൻ മൊട്ട, ഈ അൻവിൻ മൊട്ട കള്ളനാണെന്നും സ്കാം ആണെന്നും ഒന്നും അണ്ണൻ അറിയില്ല. അതൊന്നും മനസ്സിലാക്കി ഇന്നലെ ഡോക്ടർ ബ്രോ സ്റ്റോറി ഇട്ടിട്ടാണല്ലോ സോറി ഈഗിൾ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആബ്സല്യൂട്ട് ഊമ്പൽ. ഈഗിളിനും മറ്റേ പേരിനും കൊടുക്കുന്ന വെൽക്കമിങ് നോക്കിയേ ഈഗിൾ ബ്രോ പണിയായല്ലോ അൻവിൻ ജോ സ്കാം ആണെന്ന്. യെസ്, എന്തായാലും ഇതിന് മറുപടി വരും എന്നുള്ള കണ്ടീഷനിൽ പ്രോ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ മുൻകൂറായിട്ട് ഈ ഡോക്ടർ ഡ്രേക്ക് റമോറെ ഒരു കാര്യം പറയുന്നുണ്ട്, അയാളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. അതും കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഒരു 4 വർഷം മുമ്പ്, അതായത് 2021 കാലഘട്ടത്തിൽ ഗൗരി ലക്ഷ്മിയുടെ മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഗൗരി ലക്ഷ്മി ഞാനും കൂടെയുള്ള ഒരു പേഴ്സണൽ വെൻഡർ. 2 കുട്ടികൾ, ഒരാൾ 9ാം ക്ലാസ്സിലും ഒരാൾ 10ാം ക്ലാസ്സിലുമാണ്. നമ്മുടെ സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് ഗൗരി ലക്ഷ്മി സോഷ്യൽ മീഡിയയിലാണ് തീർത്തത്. ഗൗരി ലക്ഷ്മി ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ തീർത്ത സമയത്ത് ഞാനും ഗൗരി ലക്ഷ്മിയും കൂടെയുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പുട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. പുട്ട് ഔട്ട് ചെയ്ത സമയത്ത് ഞാൻ ഡിഫമേഷന് കേസ് കൊടുത്തു. ഗൗരി ലക്ഷ്മി എൻ്റെ എതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പിൻവലിച്ചു. അതിനുശേഷം ഗൗരി ലക്ഷ്മിക്ക് ആകെ പറയാനുള്ളൊരു കാര്യം, ഗൗരി ലക്ഷ്മി ഉണ്ടാക്കിയെടുത്തൊരു കഥയായിരുന്നു. ആ ഉണ്ടാക്കിയെടുത്തൊരു കഥയ്ക്ക് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 17 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ കൊണ്ടിട്ട് ഗൗരി ലക്ഷ്മി എൻ്റെ പേരിൽ ഒരു പോക്സോ കേസ് കൊടുത്തു. ആ പോക്സോ കേസ് കൊടുത്തതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും മാനഹാനികളും ബുദ്ധിമുട്ടുകളും വളരെ വലുതായിരുന്നു. എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മൾ പുട്ട് ഔട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കുക എനിക്ക് എന്താ ഭ്രാന്താണോ പുതിയൊരു ഓഡിയൻസിനകത്ത് ഈ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട്? അല്ല, എനിക്ക് ഭ്രാന്തല്ല. കാരണം ഞാൻ 2021 അനുഭവിച്ചതിനെക്കാട്ടി വലിയ കഥകളൊന്നും ഞാനിവിടെ അനുഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇനി ഞാൻ അനുഭവിക്കാൻ വേണ്ടി നിൽക്കുന്നതുമില്ല. അന്നത്തെ സമയത്ത് നറേറ്റീവ് അവരായിരുന്നു ഹോൾഡ് ചെയ്തത്. ഈ പ്രാവശ്യം നറേറ്റീവ് ഞാനാണ് ഹോൾഡ് ചെയ്യുന്നത്.
അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ 2 മാസത്തിനുള്ളിൽ ആ കേസിൻ്റെ വിധി വരും. ആ കേസിൻ്റെ വിധി വരുന്ന സമയത്ത് നമ്മളൊരു പ്രസ് കോൺഫറൻസും കൂടെ നടത്തുന്നുണ്ട്. ഞാൻ ആ കേസിനെ കുറിച്ചിട്ടോ ആ കേസിൻ്റെ രൂപത്തിനെ കുറിച്ചിട്ടോ അത് ആര് കൊടുത്തൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പറയണമെങ്കിൽ എനിക്ക് പറയാം, പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ ഞാൻ ആ സ്പേസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ സ്റ്റിൽ ഫീൽ ലൈക്ക് ജുഡീഷ്യറി കുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. സോ സ്നേഹം വരക്കട്ടെ, സ്നേഹം മാത്രം വരക്കട്ടെ. ഇത് ഞാൻ പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, അൻവിനും ഗ്യാങ്ങും ഈ സാധനം കോൾ ഔട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അവർ കോൾ ഔട്ട് ചെയ്ത് തുടങ്ങി. പക്ഷേ ഐ റിയലി വോണ്ട് ഹോൾ ദ നറേറ്റീവ്. പിന്നെ 4 വർഷത്തിന് മുകളിൽ നടന്നതിൻ്റെ കഥകൾ നീയൊക്കെ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ അൻവിനെ, സുനിലോജി, ഏത് മാങ്ങാത്തുലിയാണെങ്കിലും ആയിക്കോട്ടെ എടുത്തുകൊണ്ട് പോവാ. പക്ഷേ let me put it out in a very beautiful way that you guys can understand. എന്നെ അന്നും ഇന്നും അറിയുന്ന സുഹൃത്തുക്കളും സുഹൃത്ത് വലയങ്ങളും എനിക്കുള്ളൂ. അതുകൊണ്ട് നീയൊക്കെ എന്തെങ്കിലും ആക്കുവാണെങ്കിൽ ആക്കുക. അതുകൊണ്ട് സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ, അത് മാത്രമേ പരക്കാവുള്ളൂ. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇനി അൻവിനും അൻവിൻ്റെ കൂട്ടാളികൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പുട്ട് ഔട്ട് ചെയ്യുന്നത്. എൻ്റെ പാസ്റ്റ് ഡിഗ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 4 വർഷം മുമ്പിട്ടുള്ള ഒരു കഥയെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ മീ ഔട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിറ്ററലി കോൾ മീ ഔട്ട്. യെസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇനി ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി നോക്കട്ടെ. ഈഗിൾ ഗെയിമിംഗ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഇൻസ്റ്റാ പേജ് നോക്കിയ സമയത്ത് കാര്യമായിട്ടൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഈഗിൾ ഗെയിമിംഗ് അൻവിൻ ജോസിനെ കുറിച്ച് കൊണാത പോഡ്കാസ്റ്റ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈവൻ ഡിസ്കോഡ് ട്രോൾസ് പോട്ടെ, ഈഗിൾ ഗെയിമിംഗ് അൻവിൻ അടിച്ചു നോക്കാം. ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണേ. അൻവിൻ എക്സ്പോസ്ഡ് ഒന്നും ഇവിടെ കുറേ ദിവസമായിട്ട് ഈ അൻവിൻ്റെ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അൻവിൻ എൻ്റെ ടീഷർട്ട് കമ്പനിയിൽ ഒരു ഇൻവെസ്റ്ററാണ്, മനസ്സിലായോ? പുള്ളിയുടെ പേഴ്സണൽ കാര്യവും പുള്ളിയുടെ അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യം, എനിക്ക് കാണേണ്ട ആവശ്യം. അടിപൊളി. ഇയാളെ കമ്പനിയിൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയണ്ടേ? എന്താ അത്? ഇതാണോ അറിയില്ല. ഇവരൊക്കെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, പറയാൻ ആരുമല്ല നമ്മളൊന്നും. പക്ഷെ എന്നാലും പറയാണ്, അവനവൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ആയിട്ട് വരുന്ന വ്യക്തിയുടെ A to Z കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഈ കമ്പനിയുടെ കൺസ്യൂമേഴ്സാണ്, ഈ കമ്പനിയിൽ നമ്മളെ ഫോളോവേഴ്സ്, കമ്പനി ഓർ വാട്ട് എവർ, നിങ്ങളെ ഫോളോവേഴ്സായിട്ട് നിങ്ങളെ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ നിങ്ങളെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ബിസിനസ്സിലൂടെ ഈ വരുന്ന വ്യക്തി കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള റിമാർക്സ് പറയും എന്ന് ഈഗിൾ ഞാൻ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് വെച്ചിട്ട് ഈഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾക്ക് അത്യാവശ്യം കുറച്ച് ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അയാൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കരുത്. പ്രത്യേകിച്ച് ഇതിൻ്റെ പാർട്ട് 2 പാർട്ട് 3 ഒക്കെ വരുന്നത് ഒരു വലിയൊരു സ്കാമിനെ കുറിച്ച് സംസാരിക്കാനാണെന്ന് പറയുന്ന സമയത്ത് അതൊരു കുറച്ചൊരു വലിയൊരു സംഭവമാണ്. എന്താണെന്നുണ്ടെങ്കിലും എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഈ ഡോക്ടർ ഡ്രേക്ക് റമോറി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വന്നിട്ടുള്ള ആ വീഡിയോൻ്റെ ബേസ് ചെയ്തിട്ടുള്ള മാത്രമാണ് കേട്ടോ.